സ്കിന്നിന് നല്ലൊരു തിളക്കം ലഭിക്കാനും സ്കിന്നിന്റെ ഡ്രൈനെസ് മാറാനും ഓയിലി ടെക്സ്ചർ മാറാനും അതുപോലെ സ്കിന്നിന്റെ സെൽസിന് നല്ലൊരു എക്സ്ഫോളിയേഷൻ നടക്കാനും അതുപോലെ റിങ്കിൾസ് ഒന്നും വരാതിരിക്കാനും എഗ്ഗ് അല്ലെങ്കിൽ മുട്ട വെച്ച് പലതരത്തിലുള്ള ഫേസ് മാസ്ക് എങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. വെറുതെ ഒരു മുട്ടയുടെ വെള്ളം എടുത്ത് മുഖത്ത് പരട്ടിയാൽ തന്നെ സ്കിൻ നല്ലൊരു ഗ്ലോ ലഭിക്കും, സ്കിന്നിന് നല്ലൊരു സ്മൂത്ത്നെസ് ലഭിക്കും, സ്കിൻ നല്ല ടൈറ്റൻ ആവും. അതുപോലെ തൊലി പുറമേ ഉള്ള എണ്ണമയം ഇല്ലാതാവാനും ഈ എഗ് വൈറ്റ് സഹായിക്കും. എഗ് വൈറ്റ് പുരട്ടി ഒരു 15 മിനിറ്റ് പുരട്ടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകാവുന്നതാണ്. മറ്റൊരു പാക്കാണ് എഗ് യോക്ക് വെച്ചിട്ടുള്ളത്, അതായത് മഞ്ഞക്കരു, മുട്ടയുടെ മഞ്ഞക്കരു വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക്. ഇത് ഫേസിൽ മാത്രമല്ല സ്കിന്നിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യുന്നതും നല്ലൊരു റിസൾട്ട് കിട്ടും. മൊത്തത്തിലുള്ള സ്കിന്നിന്റെ ഒരു ഹെൽത്തിനും സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും റിങ്കിൾസ് വരാതിരിക്കാനും നല്ലതാണ്. അപ്പം എഗ് യോക്കിൽ ധാരാളമായിട്ട് പ്രോട്ടീൻസും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സും അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു എഗ് യോക്ക് എടുക്കുക, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേൻ മിക്സ് ചെയ്യുക, അതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് സ്കിന്നിലെല്ലാം അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് സ്കിന്നിലുള്ള ജലാംശം നിലനിർത്താനും സ്കിന്നിന്റെ ഡ്രൈനെസ് മാറാനും വളരെയധികം നല്ലതാണ്. അതുപോലെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും സ്കിന്നിന് നല്ലൊരു തിളക്കം ലഭിക്കാനും സഹായിക്കുന്ന ഒന്നാണ് എഗ് വൈറ്റും. അതുപോലെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുന്നത്. ഇത് പുരട്ടി ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. സ്കിൻ നല്ലൊരു തിളക്കം ലഭിക്കുന്നതായിട്ട് കാണാം. അതുപോലെ സ്കിന്നിൽ ഡെഡ് സെൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറാൻ വളരെ നല്ലതാണ്. സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കാണ് മുട്ടയുടെ വെള്ളയും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുന്നത്. തൈരിൽ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇത് ഇങ്ങനെ പുരട്ടി ഒരു 20 മിനിറ്റ് പുരട്ടി വെച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകാവുന്നതാണ്. സ്കിൻ നല്ലൊരു സോഫ്റ്റ് ആവുന്നതും നല്ലൊരു തിളക്കം ലഭിക്കുന്നതും അതുപോലെ ഡെഡ് സെൽസ് എല്ലാം പോകുന്നതും നമുക്ക് അറിയാം. അതുപോലെ സ്കിന്നിന് പറ്റിയ നല്ലൊരു എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ് ഒരു മുട്ടയുടെ വെള്ളയും 2 ടേബിൾ സ്പൂൺ പൊടിച്ച ഓട്സും 1 ടീസ്പൂൺ തേനും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുന്നത്. ഇങ്ങനെ പുരട്ടുന്നത് സ്കിന്നിന് നല്ലൊരു തിളക്കം ലഭിക്കും, സ്കിന്നിലെ ഡെഡ് സെൽസ് എല്ലാം ഇല്ലാതാവാനും സഹായിക്കും. നല്ലൊരു സ്ക്രബാണിത്. ഇത് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. മാത്രമല്ല ഓട്സ് പൊടിച്ചതും തേനും എഗ് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുമ്പോൾ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഒരു മുട്ടയുടെ മഞ്ഞയിൽ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്ത് പുരട്ടുന്നത് സ്കിന്നിലെ ജലാംശം നിലനിർത്താൻ സഹായിക്കും. മാത്രമല്ല ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് പ്രവർത്തിക്കും. ഇതും ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് പുരട്ടിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് ഒക്കെ മാറാനും ഡാർക്ക് സ്പോട്ട്സ് മാറാനും ചൊറിച്ചിലൊക്കെ മാറാനായിട്ടും ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ ശുദ്ധമായ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. അത് സ്കിന്നിൽ അപ്ലൈ ചെയ്തതിന് ശേഷം